ഐഡിയാസ് നമുക്കിന്നൊരു 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ലേറ്റ് നൈറ്റ് ഓർഡർ ആയിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ചെറിയ വിഷ് വരും. സാരമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ്, അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് പൊടിച്ചതും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് മൈദ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. സീവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഞാനിത് അവിടെ നല്ല തിക്കായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര അലിയുന്ന ആ ഒരു ടൈം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്കത് സ്പാച്ചുല ഉപയോഗിച്ച് ഇളക്കി എടുക്കുകയോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിൽ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ നമുക്കത് നല്ലപോലെ ഒന്ന് ട്രേയിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇവിടെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു അളവിൽ തന്നെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിവിടെ ഇതാ ഓവനിലോട്ടാണ് ഇത് വെക്കുന്നത്. കൂട്ടുകാർക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ സമയത്തേക്ക് ഞാനിതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് അത് 1:1 റേഷ്യോയിലേക്ക് ഞാൻ അതും കൂടി ഒന്ന് നമ്മുടെ ഓവനിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റൊക്കെ ആയിട്ടപ്പോൾ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റൊക്കെ ആയിട്ട് നല്ല കറക്റ്റായിട്ട് വന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ചോക്ലേറ്റും മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കൂട്ടുകാർ മിക്സി ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ എന്താണ് നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് ഉള്ളത് അതുപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്പം പോലും കരിഞ്ഞിട്ടൊന്നുമില്ല. സോ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗത്ത് ചിലപ്പോൾ കേക്ക് ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി നല്ല ഷേപ്പിന് എടുത്തിട്ട് നമുക്ക് ബേസിലോട്ട് വെച്ച് കേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഷുഗർ സിറപ്പ് കൂടെ എടുക്കാൻ വേണ്ടി മറക്കരുത്. ഷുഗർ സിറപ്പിൻ്റെ വീഡിയോ വിട്ടുപോയതാണ്. അതിനകത്ത് 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പ്. കസ്റ്റമറിന് എന്താണ് കേക്കിൽ കുറച്ച് ക്രീം കുറവ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്രീം കുറവ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നല്ലപോലെ വടിച്ചാണ് കേട്ടോ ക്രീം തേക്കുന്നത്. നിങ്ങൾ പുറത്ത് സെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അധികം ക്രീം തേച്ച് തന്നെ എന്ത് ചെയ്യുക കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ആദ്യത്തെ ലെയറിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. പൊതുവെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളിൽ ചെറീസും അതേപോലെ സ്ട്രോബെറി ക്രഷസൊക്കെ എല്ലാ ലെയറിലും ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത്, നടുക്കത്തെ ലെയറിൽ മാത്രമേ നമ്മുടെ സ്ട്രോബെറി ക്രഷ് ഞാൻ വെക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും അതിൻ്റെ ആ ഒരു പുളിപ്പും കുത്തലും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക വേണം, എന്നാൽ ഒരുപാട് കുത്തലുണ്ടാവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ നടുക്കത്തെ ലെയറിൽ മാത്രമേ നമ്മുടെ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് നോക്കുക. കസ്റ്റമറിന് നല്ല ഫീഡ്ബാക്ക് ഉണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തവർ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി വീട്ടിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് തന്നെ നമുക്ക് ധാരാളമാണ്. നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. അടുത്ത ലെയർ അതായത് നടുക്കത്തെ ലെയറിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഏറ്റവും താഴത്തെ ലെയറിൽ എപ്പോഴും മുകളിലത്തെ 2 ലെയറിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ കുറച്ച് കുറവ്, നടുക്ക് കുറച്ച് കൂടുതൽ, ഏറ്റവും ടോപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറ്. കാരണം മുകളിൽ നിന്ന് ഷുഗർ സിറപ്പ് ഇങ്ങനെ താന്നിട്ട് താഴോട്ട് ഇങ്ങനെ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നടുക്കത്തെ ലെയറിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോബെറി ക്രഷ് അത്യാവശ്യം ചെറിയ രീതിയിൽ കൊടുത്താൽ മതി. ആ ലൈറ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അതിലേക്ക് ഞാൻ വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്രഞ്ചിനെസ് കിട്ടുന്നത് നന്നായിരിക്കും. ഏറ്റവും ടോപ്പിലെ ലെയറിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുക. അവിടെ കട്ട് ചെയ്ത് കരിഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ചെറുതായിട്ട് കരിയലിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ കൂട്ടുകാർ അടിയിലെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ചുറ്റിനും നല്ലപോലെ നമുക്കൊന്ന്
ക്രീമൊക്കെ തേച്ചെടുക്കാം. ഫിനിഷിങ് അത്രത്തോളം കിട്ടത്തില്ല ഈ കേക്കിന്. കാരണം കസ്റ്റമറിന് ക്രീം കുറച്ച് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ സ്പാച്ചുലയും അതേപോലെ തന്നെ നമ്മുടെ നൈഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണോ കേക്കിൻ്റെ ടൂൾസ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം. എനിക്ക് കേക്കിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു ATM കാർഡ് മതി, അല്ലെങ്കിൽ ഒരു ചെറിയ കട്ടിയുള്ള ഇതേപോലത്തെ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചുറ്റും ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചുറ്റിനും ചോക്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, പകരം നമ്മുടെ ഗനാഷ് തന്നെ ഞാൻ എന്താണ് സൈഡിലൂടെ ട്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരുപാട് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലല്ല എങ്കിൽ അത് ഒലിച്ചു പോയി താഴോട്ട് വരാതിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നോസിൽ ഡെക്കറേഷൻ തുടങ്ങാം. നോസിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നോസിലാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ ഫ്ലവർ നോസിലും അതേപോലെ തന്നെ ഒരു ചെറിയ സ്റ്റാർ നോസിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നോസിലൊന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതോ അതിൻ്റെ അറ്റം വശം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡലിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല മോഡലിൽ നിങ്ങൾക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ 2 നോസിലും കൊണ്ട് ചുറ്റിനും നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരാം. കളറ് ഞാനിവിടെ റോസ് കളറും അതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ 2 കളറും പൈപ്പിംഗ് ബാഗിൻ്റെ 2 വശത്തായിട്ട് കൊടുത്തിട്ടാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. കളറായിട്ട് ഞാൻ നമ്മുടെ എഡിബിൾ ഫുഡ് കളർ മാത്രമല്ല എടുത്തിട്ടുള്ളത്, പകരം നമ്മുടെ മിക്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിസ്താഷ്യോയുടെ മിക്സും അതേപോലെ സ്ട്രോബെറി മിക്സും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ക്രീമിന് എക്സ്ട്രാ ഒരു ടേസ്റ്റും അത് മാത്രമല്ല ആ ഒരു കളർ കൂടുതലാവുന്നതിൻ്റെ ഒരു കുത്തലും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കേക്ക് ചെയ്യുക. അപ്പം ഏകദേശം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നടുക്കായിട്ട് ഞാൻ കുറച്ചൊക്കെ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.